ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ജോബ് ഓഫർ ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടുണ്ടല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജോബ് ഓഫറും ഇല്ലാണ്ട് എങ്ങനെ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഹലോ എവരിവൺ, എൻ്റെ പേര് ബിനിൽ വർഗീസ്. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ജോബ് ഓഫർ ഇല്ലാണ്ട് ഓസ്ട്രേലിയയിൽ വരിക, എൻ്റർ സബ് ക്ലാസ് 190 അഥവാ സ്കിൽ നോമിനേറ്റഡ് വിസ. ഈ വീഡിയോ കാണുന്ന പലവർക്കും സബ് ക്ലാസ് 190 എന്ന് പറയുന്ന ആദ്യമായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഈ ഒരു സബ് ക്ലാസ് 190 കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ നമുക്ക് വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. സ്റ്റഡി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ടേഫ് ത്രൂ ടേഫ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓസ്ട്രേലിയന് ഡിമാൻഡുള്ള സ്കിൽസും ട്രേഡുകളും ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്കിൽസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു വിസ കൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ താമസിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള റിലേറ്റീവ്സിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും പെർമനന്റ് റെസിഡൻസിന്. അതായത് നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് റിലേഷൻസിൽ വരുന്ന നിങ്ങളുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും PR-ന് വേണ്ടിയിട്ട്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ തന്നെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. അതിനിവിടെ പറയുന്നത് മെഡിക്കെയർ എന്നാണ്. മെഡിക്കെയർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ തവണ ഡോക്ടറിൻ്റെ ചെക്കപ്പിന് പോകുന്നത്, പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആകെപ്പാടെ നിങ്ങൾ മരുന്നുകൾ മേടിക്കുന്ന സമയത്ത് മാത്രമേ പേ ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാത്ത പക്ഷം ഈ മെഡിക്കെയർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഓസ്ട്രേലിയൻ PR ഹോൾഡേഴ്സിന്. അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിന് ഹോം ഇൻവെസ്റ്റ്മെന്റ് അഥവാ ബിസിനസ് ലോൺസ് ആക്സസിബിൾ ആണെന്നുള്ളതാണ്. ഏറ്റവും ഫൈനലായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ സിറ്റിസൺസും ആവാം. സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് സബ് ക്ലാസ് 190യുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സബ് ക്ലാസ് 190 എന്ന് പറയുന്ന സ്കിൽഡ് നോമിനേഷൻ വിസ എന്ന് പറയുന്നത് ഒരു പോയിന്റ്സ് ബേസ് വിസയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് ഉണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ് ഏജ്, സ്റ്റഡി ഓർ വാട്ട് എവർ. ഞാൻ ഈ പോയിന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഫെർദർ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് എൻഡ് വരെ കാണുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോയിന്റ്സ് ബേസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മിനിമം 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് ക്ലാസ് 190ന് എലിജിബിൾ ആണ്. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുന്നത് EOI അഥവാ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ്. ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് നിങ്ങളുടെ മെയിനായിട്ട് ഉള്ള പോയിന്റ്സ് നിങ്ങൾ പറയുന്നത് ഗവൺമെൻറ് അകത്ത്. ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാന്നുണ്ടെങ്കിൽ, എനിക്ക് 30 വയസ്സാണ്. അപ്പോൾ എനിക്ക് ഇത്ര പോയിന്റ് ഉണ്ടാവും. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് ഇത്ര പോയിന്റ് കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എനിക്കൊരു 80 പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചോ. ആ ഒരു 80 പോയിന്റ് ഏതൊക്കെ കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നതെന്നുള്ളത് EOIയിൽ നമ്മൾ ഓരോന്നായിട്ട് ഗവൺമെൻറ് അകത്ത് മെൻഷൻ ചെയ്യും. എന്നിട്ട് ആ മെൻഷൻ ചെയ്തിട്ട് ആ EOI നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ നോമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ 10,000 പേരുടെ ഒരു പൂളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ പോയിന്റ്സും നമ്മുടെ സ്കില്ലും എല്ലാം വെച്ചിട്ടാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞോടനെ അതിന് നോമിനേഷൻ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് നമുക്കൊരു ഇമെയിൽ അയക്കും, നിങ്ങൾ ഇന്ന വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോമിനേറ്റഡ് ആയി. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞോടനെ വളരെയധികം എക്സൈറ്റഡ് ആണ്. നിങ്ങളെ ആ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻവിറ്റേഷൻ അയച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. ആ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഇൻവിറ്റേഷൻ എന്നാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് PR കിട്ടിയതിന് തുല്യമാണ്.
അതിനുശേഷം നമുക്കൊരു 20 to 25 ഡേയ്സിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ പോയിന്റ്സിന്റെ എവിഡൻസ് ഗവൺമെന്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ആ സബ്മിറ്റ് ചെയ്തതിന് ശേഷം റഫ്ലി ഒരു 8 to 10 months എടുക്കും നമ്മുടെ PR-ന്റെ ഗ്രാൻഡ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഫുൾ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു 10 to 12 months ആണ് ഓൺ ആവറേജ് എടുക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ്സ് ബേസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് ഡീപ്പായിട്ടൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു ടേബിളിൽ കാണുന്ന പോലെ ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ പോയിന്റ്സ് ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് 18 വയസ്സും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് 25 പോയിന്റും 25 വയസ്സും 33 വയസ്സിനും ഇടയിലുള്ളവർക്ക് 30 പോയിന്റ്സും, ഈ ഒരു ഏജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 25-30 ഇടയിലായിരിക്കണം. പിന്നെ 33-40 വയസ്സിനും ഇടയിലാണെങ്കിൽ 25 പോയിന്റും, പിന്നെ 40-45 ഇടയിലാണെങ്കിൽ 15 പോയിന്റും. ഇതിലെ ഏറ്റവും ഹാർഷ് റിയാലിറ്റി എന്ന് പറയുന്നത് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 45 ഇയേഴ്സിന് പൊക്കത്തോട്ടുള്ളവരെ ഈ ഒരു ടേബിളിൽ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്കിൽസ് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സുപ്പീരിയർ ആയിട്ട് അഥവാ IELTS 8 PT-ന് 79 കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയിന്റ് ഇതിൽ ലഭിക്കാൻ പറ്റും. അതായത് 20 പോയിന്റ് ആണ് മാക്സിമം നമുക്ക് കിട്ടുക. അതേസമയം IELTS-ന് 7 ബാൻഡ് സ്കോർ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 10 പോയിന്റും, IELTS-ന് മിനിമം 6 ബാൻഡ് സ്കോർ വേണം നിങ്ങൾക്ക്. പക്ഷെ ഇതിന് പോയിന്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പക്ഷേ നിങ്ങൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം IELTS-ന് 6 ബാൻഡ് സ്കോർ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് കരസ്ഥമാക്കിയേ പറ്റുള്ളൂ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്കിൽഡ് എംപ്ലോയ്മെന്റ് എക്സ്പീരിയൻസ് ആണ്. ഈ പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഓവർസീസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് എത്ര വർഷമാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അതിനായിരിക്കും നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ 3 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും പോയിന്റ് കിട്ടില്ല കേട്ടോ. അതേസമയം നിങ്ങൾക്ക് 3 വർഷമോ 5 വർഷത്തിന്റെ ഇടയിലാണ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് വർക്ക് എക്സ്പീരിയൻസിന്റെ ബാക്കിയുള്ള കാറ്റഗറീസും. 5 to 8 years ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ് കിട്ടും. പിന്നെ 8 വർഷവും അതിന് എബവ് ആണെന്നുണ്ടെങ്കിൽ 15 പോയിന്റ്സ്. ഈ ഒരു 15 പോയിന്റ്സ് ആണ് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാറ്റഗറിയിൽ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ സ്കിൽ എക്സ്പീരിയൻസ് വേറെ രീതിയിലാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാട്ടിലെ പോലെ അല്ല കേട്ടോ. അപ്പോൾ 1 വർഷത്തിന് താഴെയാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 എക്സ്പീരിയൻസ് ആണ്. 1 വർഷം വരെ എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ 3 വർഷം വരെ ആയിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഒരു പോയിന്റ്സും കിട്ടില്ല. 3 വർഷത്തിന് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ മിനിമം പോയിന്റ്സ് കിട്ടുള്ളൂ നാട്ടിൽ. അതേസമയം ഇവിടെ നിങ്ങൾക്ക് 1 വർഷവും 3 വർഷത്തിന് ഇടയിലാണ് എക്സ്പീരിയൻസ് എങ്കിൽ 5 പോയിന്റും, 3 വർഷവും 5 വർഷത്തിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ 10 പോയിന്റും, 5 to 8 years ആണെന്നുണ്ടെങ്കിൽ 15 പോയിന്റ്സും, 8 and above ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ്സും കിട്ടും. എഗൈൻ 8 വർഷമോ അതിന് മുകളിലോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയസ്റ്റ് പോയിന്റ് ഇതിൽ കരസ്ഥമാക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നാട്ടിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ്, അത് ഓസ്ട്രേലിയൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ആയിട്ടുള്ള 20 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അതേസമയം നാട്ടിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ 15 പോയിന്റ്സും, ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ട്രേഡ് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സും കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവാർഡ് എഗെയിൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് റിസർച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നിങ്ങൾ മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് അഥവാ ഡോക്ടറേറ്റ് ഡിഗ്രി, അതായത് PhD ഒക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ടാവുക. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സ്റ്റഡി റിക്വയർമെന്റ് ആണ്. ഓസ്ട്രേലിയയിൽ നിങ്ങൾ എന്ത് ഡിഗ്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗവൺമെന്റ് 5 പോയിന്റ് തരും. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡൻറ് വിസയിൽ ഓസ്ട്രേലിയയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു 5 പോയിന്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഡിഗ്രി ചെയ്തതിന് ശേഷം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഇയർ ആണ്. പ്രൊഫഷണൽ ഇയർ എന്ന് പറയുന്ന ഒരു സ്റ്റഡി റിക്വയർമെന്റ് ആണ്. പക്ഷേ എല്ലാ
സ്കില്ലിനും വരത്തില്ല ഇത്. അക്കൗണ്ടിങ്, എഞ്ചിനീയറിംഗ് അങ്ങനെ വളരെ സെലക്ട് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് മാത്രമേ ഈ ഒരു പ്രൊഫഷണൽ ഇയർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സംഭവം നിങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടുന്നതായിരിക്കും PR അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അടുത്തതെന്ന് പറയുന്നത് ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ആണ്, അഥവാ നാട്ടി എന്നും അറിയപ്പെടാറുണ്ട്. ഇത് മെയിനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓസ്ട്രേലിയൻ ലാംഗ്വേജ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും മലയാളം ലാംഗ്വേജ് ഓസ്ട്രേലിയയിലേക്ക് തർജ്ജമ ചെയ്യുകയും ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ എക്സാമാണ്. നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാം വരും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരു കോൺവെർസേഷൻ കേൾക്കും. ഈ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് മാക്സിമം മലയാളം വേർഡ്സ് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അടുത്ത വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സ്റ്റഡി ഇൻ റീജിയണൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കാറ്റഗറി. പേര് പോലെ തന്നെ നിങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റീസിലല്ലാണ്ട് ഔട്ട്സൈഡ് ഓഫ് CBD ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് 5 പോയിന്റ്സ് ഇൻസ്റ്റന്റ്ലി തരും. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസയിൽ വരുന്ന സമയത്ത് സിറ്റി നോക്കാണ്ട് റീജിയണൽ ഏരിയ നോക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം PR കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടും. സെക്കൻഡ് ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പാർട്ട്ണർ സ്കിൽസ് ആണ്. നിങ്ങൾ അൺമാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റും, അതേസമയം നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ മിനിമം IELTS ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഒപ്പം തന്നെ സ്കിൽ അസസ്മെൻറ്റും. അപ്പോൾ IELTSും സ്കിൽ അസസ്മെൻറ്റും കൂടെ ഒരുമിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ 10 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഫൈനലായിട്ട് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് നോമിനേഷനാണ്. നമ്മൾ 190ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് നമുക്ക് നോമിനേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 5 പോയിന്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ഈ ഒരു 5 പോയിന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ എടുത്തിട്ട് എനിക്ക് 80 പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ 190ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് നോമിനേഷൻ ബൈ ഡിഫോൾട്ട് 5 പോയിന്റ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഗവൺമെൻറ് നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 80 + 5 85 പോയിന്റ്സ് ആണ് എനിക്കുള്ളത്. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി ഒക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ബേസ്ഡ് സിസ്റ്റത്തിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ പോയിന്റ്സ് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പോയിന്റ്സ് ആഡപ്പ് ചെയ്തിട്ട് 65 എബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ സബ് ക്ലാസ് 190ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിസ ത്രൂ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.